ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു റെസിപ്പി വീഡിയോ ആട്ടോ. പിന്നെ നമ്മളെ എയർ ഫ്രയറിൻ്റെ ഒരു കാര്യങ്ങളും കുറിച്ച് പറയുന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടീന്. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിൻ്റെ റെസിപ്പി ചോദിച്ചു. പൊതുവേ നിങ്ങളാരും എന്നോട് റെസിപ്പി അങ്ങനെ ചോദിക്കലില്ല, എൻ്റെ പാത്രങ്ങളെ ഡീറ്റെയിൽ മാത്രമേ ചോദിക്കലുള്ളൂ. അപ്പോൾ ഈ പുഡിങ് കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇക്കനോട് ഞാൻ ഉണ്ടാക്കിയെന്ന് രാത്രി വേണോ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ അങ്ങനത്തെ ഒന്നും തിന്നൂല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾ അത് കഴിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആദ്യം കാണേ. ഞാൻ നിങ്ങൾക്കൊരു സീന് കാണിച്ചു തരാം. ഇവിടെ ഒരാൾ ഈ പുഡിങ് ഒന്നും തിന്നൂല എന്ന് പറഞ്ഞിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇരുന്ന് തിന്നാ. അല്ല, നിങ്ങളല്ല ഇന്നലെ രാത്രി ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് എന്തൊക്കെ രാത്രി പറഞ്ഞത്. ഇപ്പൊ ട്രയോടൊക്കെ എടുത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പുഡിങ്ങോ? നിങ്ങൾക്കതാ കോഴിമുട്ട പുഴുങ്ങി വെച്ചതെന്ന് കുറ്റം മുഴുവൻ എനിക്കാ. തടി കൂടാൻ കാരണം ഞാനാണെന്നാ പറയല്. ഞങ്ങൾ പിന്നെ തിന്നണോ? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഒക്കെ കഴിക്കുന്നത്. അപ്പം സംഭവം നല്ല കുഴപ്പമില്ലാത്ത ഒരു പുഡിങ്ങാണ്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല എന്നുള്ളൂ, പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാനൊരു ഇൻസ്റ്റത്തെ ഒരു റീൽസിൽ കണ്ടിട്ട് ഒരു ടർക്കിഷ് ഇൻഫ്ലുവൻസർ ഉണ്ട്, അവർ ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഒരു ഇതിൽ ചെയ്തതാട്ടോ. പക്ഷേ ഇത് ശരിക്കും ഇതിലൊരു സ്ട്രോബെറീൻ്റെ ബെറീസ് ഇതാക്കിയിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിക്കും വേണമെന്ന് നിർബന്ധമില്ല. അതില്ലാതെ വെറും മിൽക്ക് മേഡും പിന്നെ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാവും ഒരു ക്രീമുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അത് മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. ഈ സ്ട്രോബെറി യൂസ് ചെയ്തും കൊണ്ടുള്ള ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക. അഥവാ അത് ഉണ്ടാക്കുന്ന പോലാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറീൻ്റെ ഈ വൈറ്റ് പാർട്സ് ഒഴിവാക്കുക. അതേപോലെ ബെറീസിൽ റാസ്ബെറി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമില്ല. ഞാൻ ഈ കാണിക്കുന്ന ഫ്രൂട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നാട്ടിലുള്ളവർക്ക് സ്ട്രോബെറി എന്തായാലും കിട്ടും, അതേപോലെ റാസ്ബെറിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് വാഷ് ചെയ്യുക. വെള്ളം ഒന്ന് പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. പിന്നെ അതാ ബെറീസ് അടുപ്പിൽ വെച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ചെറിയ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റത്തെ 5 മിനിറ്റോ 2 മിനിറ്റോ നിങ്ങൾ മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക. പിന്നെ ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ പിന്നെ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ട് അത് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് വറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കാനുണ്ട്. വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ്, പിന്നെ ഫ്രഷ് ക്രീം, അതേപോലെ ചീസ് ക്രീം ലെവലിൽ കിട്ടും, അതും കൂടി യൂസ് ചെയ്യുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്യുക. ഈ 3 സംഭവം ഉണ്ടായാലും മതി. ക്രീം ചീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല. നാട്ടിലുള്ളവർക്ക് ക്രീം ചീസ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് പിടുത്തമില്ല. എന്തായാലും ഫസ്റ്റ് വിപ്പിംഗ് ക്രീം ഒരു കുറച്ച് അളവിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ മിൽക്ക് മേഡ് ഒരു 1/2 ടിന്ന്, പിന്നെ അതേപോലെ ഫ്രഷ് ക്രീമും ഞാൻ ചെറിയൊരു ഇതാണ് വാങ്ങിയത്, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ക്രീം ചീസ് ഞാനിപ്പോൾ എടുത്ത ഇങ്ങനത്തെ സ്പൂണിന് ഒരു സ്പൂണാണ് എടുത്തത്. ക്രീം ചീസ് ഓവർ വേണ്ട, ഒരു സ്പൂൺ അങ്ങനെ എടുത്താൽ മതി. ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് വിപ്പിംഗ് ക്രീമും മിൽക്ക് മേഡുമാണ് കൂടുതൽ നിൽക്കേണ്ടത്. എനിക്ക് പൊതുവേ ഈ മെഷർമെൻറ്റ് പറയാൻ വലിയ എയിമില്ല, ഞാനൊരു സുമാർ കണക്കിലാണ് ഇടൽ. അപ്പോൾ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കുക. അതായത് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് വിപ്പിംഗ് ക്രീമും മിൽക്ക് മേഡാണ്. പിന്നെ ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ തന്നെ ഒന്ന് ടേസ്റ്റ് വേറാണ്. അപ്പോൾ ഇതിന് പ്രത്യേകം മെഷർമെൻ്റ് ഒന്നുമില്ല, നിങ്ങൾ ഏകദേശം ഒരു ഊഹം വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം എന്നോട് മെഷർമെൻറ്റിൻ്റെ കാര്യം ചോദിക്കുമ്പോഴാണ് ഞാൻ പൊതുവെ എല്ലാം ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് അങ്ങോട്ട് ആക്കലാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയും നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ട് ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റുള്ള ഭാഗമാണ്. ഇതന്നെ മതി കഴിക്കാൻ. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സലാഡൊക്കെ കട്ട് ചെയ്തിട്ടാൽ അതും നല്ല, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഫ്രൂട്ട് സലാഡ് സ്റ്റൈലും ആക്കാം. അപ്പം അതിൻ്റെ അടുക്ക് ഇത് ഈ ഒരു ലെവലിലെത്തിയപ്പോൾ ഞാൻ തീ ഓഫാക്കാണ്. ഒന്ന് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതൊന്ന് സ്ക്വാഷാക്കി എടുക്കേണ്ടത്. പിന്നെ ഇത് ഇങ്ങനെ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുക. ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യുന്ന ഈ ഒരു ടൂളായാലും മതി. മിക്സിയിൽ നിങ്ങൾ അടിക്കാൻ പാടില്ല, മിക്സിയിൽ അടിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പം ഇത് ജസ്റ്റ് അങ്ങനെ ചെയ്യുക. അത് ഇല്ലെങ്കിലും ഈ പുഡിങ്ങിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ മൊത്തം ആ സ്ട്രോബെറീൻ്റെ സ്ക്വാഷ് നിങ്ങൾ മറന്നാളുടെ അതില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ഒരു ഭാഗം ഉണ്ടായാൽ മതി. ഈ ക്രീമും മിൽക്ക് മേഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റുള്ള ഭാഗം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ നമ്പറിലിട്ടിട്ട് യൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റിൽ തന്നെ ഇതാക്കിയിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് മൊത്തം അങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 മെല്ലെ ഇട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുവന്നാൽ മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര മതി ശരിക്കും. ഇവിടെ വെച്ചിട്ട് ആ സ്ക്വാഷ് നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ ഇത് ഒരു പുളിയും മധുരം കൂടിയുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിച്ചു കുഴപ്പമില്ല. പക്ഷേ ഇത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളെന്തായാലും നിങ്ങളെ ടേസ്റ്റിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ ഞാനിതൊരു ചെറിയൊരു ട്രയലൊക്കെ എടുക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇത് എമിൻ്റെ 2-3 ഫ്രണ്ട്സ് വൈകുന്നേരം വരുന്നുണ്ട്, അപ്പം അവർക്കും വേണ്ടിയിട്ടാക്കാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല മിൽക്ക് ബ്രെഡോ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ബിസ്ക്കറ്റുകളോ അല്ലെങ്കിൽ ബ്രെഡായാലും കുഴപ്പമില്ല, അതും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ട്രയലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ക്രീം ഒന്ന് ബേസായിട്ട് താഴെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരിയ ചൂടുള്ള പാല് എടുത്തിട്ട് നമ്മൾ എടുത്ത ബിസ്ക്കറ്റോ ബ്രെഡോ എന്താ വിചാരിച്ചാൽ അതിലേക്ക് സോക്ക് ചെയ്തിട്ട്, ഞാൻ പാലിൽ ഷുഗറൊന്നും ഇട്ടിട്ടില്ല. ഓൾറെഡി മിൽക്ക് മേഡും ഇതൊക്കെ തന്നെ ഒരു ഷുഗർ വരുന്നതിനെ കൊണ്ട് ഞാൻ ഓവർ ഇതാക്കിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് പാലിൽ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാൻ, ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ബ്രെഡോ ബിസ്ക്കറ്റോ നിങ്ങൾ എന്താണ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ആ പാലിൽ സോക്ക് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബേസിൻ്റെ മുകളിലേക്ക് ഓരോന്ന് അടുക്കി വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമില്ലേ, ബാക്കി ക്രീമും കൂടി ഉണ്ടാവും, അതും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡൊക്കെ കൂടി ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ബാക്കി താഴെ ഒഴിച്ചതിൻ്റെ ബേസിൻ്റെ ബാക്കി ഉണ്ടാവും, അതും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇതിൻ്റെ ഒരു ആവശ്യമില്ല.
ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നന്നാവാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്തോ. പിന്നെ ഇതിൻ്റെ ഈ സ്ക്വാഷ് ഞാൻ ബാക്കിയുള്ളത് ഒരു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാണ്. ഇതിൽ മിൽക്ക് ഷേക്ക് അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കട്ടപ്പാലിൽ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഇത് ചെയ്തപ്പോൾ, അതായത് പാലിൽ ജ്യൂസ് അടിച്ച് കുടിച്ചപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ സ്ക്വാഷ് നമുക്ക് മിൽക്ക് ഷേക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ ആദ്യത്തെ 1 hour നിങ്ങൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യുക. ഒന്ന് സെറ്റായി എന്ന് കണ്ടാണ് ഉണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കിച്ചണ് ഏകദേശം ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ഭാഗത്തേക്ക് തെറിച്ചിരിക്കുന്നത്. ഇത് വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ബീഫുണ്ട്, അത് രാത്രിക്കത്തേക്ക് കറി വെക്കാനുണ്ട്. അപ്പോൾ അതാണ്. ഇനി ഞങ്ങൾക്കൊരു എയർ ഫ്രയറിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയലുണ്ടാവും, എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു സിലിക്കണിൻ്റെ ഒരു സാധനമാണിത്. ഇത് വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ഫ്രയർ എപ്പോഴും ഇങ്ങനെ കഴുകേണ്ട ആവശ്യം വരില്ല. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ കുട്ടികൾക്ക് നഗറ്റ്സോ ഇതൊക്കെ ഇതാക്കുന്ന സമയത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഭാഗം അത് മാത്രം എടുത്തിട്ട് വാഷ് ചെയ്താൽ മതി. പൊതുവേ എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അത് വാഷ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. 4 ഭാഗത്തേക്ക് ഓയിലൊക്കെ തെറിച്ച് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രേ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ആ 4 സൈഡിൽ ആ ഓയിലിൻ്റെ ഇതിങ്ങനെ വന്ന് നിൽക്കും. അത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കഴുകാൻ വാഷ് ചെയ്യാൻ മറന്നാണെങ്കിലൊക്കെ ഈ ഓയിൽ പിന്നെ കട്ട പിടിച്ചിട്ട് പിന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് ഈ സിലിക്കൻ്റെ ബാസ്ക്കറ്റ്. അപ്പോൾ ഇതിൽ ആമസോണിൽ അവൈലബിൾ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഞാനൊരു 2-3 മാസം യൂസ് ചെയ്തിട്ട് ഓക്കെ ആയിട്ടാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നത്. നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ അതേപോലെ ഈ എയർ ഫ്രയറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റും വാങ്ങാൻ കിട്ടും, ലൈനർ വാങ്ങാൻ കിട്ടും. ഇത് ഡിസ്പോസിബിളാണ്, 1 ടൈം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകി യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ പൊതുവേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വാങ്ങാതെ അലൂമിനിയം ഫോയിലും ഇടാം. പിന്നെ ഞാൻ വാങ്ങിയത് ന്യൂട്രി കുക്കിൻ്റെ 8 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ്. അതൊരു സ്ലിമ്മായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അത് നമുക്ക് കിച്ചണിലൊക്കെ വെക്കുമ്പോൾ ഓവർ സ്ഥലം മുടങ്ങൂല. ഭയങ്കര സ്ലിമ്മായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. അപ്പം ഇത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, ആരോട് ഞാൻ 5 ലിറ്റർ എന്ന് പറഞ്ഞു. ഇത് 5 അല്ല, 8 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ എയർ ഫ്രയറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പാസിറ്റി ഉള്ളത് നോക്കി വാങ്ങുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരൊറ്റ ട്രിപ്പിന് പണി കഴിയും. പിന്നെ ഫിലിപ്സിൻ്റെതും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഫിലിപ്സിൻ്റെ ഷേപ്പ് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. ചിലതൊക്കെ ഭയങ്കര ബൾക്കായിട്ട് നിൽക്കും. അത് കിച്ചണിൽ നമുക്കിത് എപ്പോഴും കബേർഡിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കാനും ഇങ്ങനെ എടുത്തും പുറത്തും ആക്കി വെക്കാനും ബുദ്ധിമുട്ടായിരിക്കില്ല. അത് അധികം നേരം കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ലിമ്മായിട്ടുള്ള ഒരു ഇതാക്കി എടുക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ എടുത്ത ഈ മോഡലാണ് ന്യൂട്രി കുക്കിൻ്റെ. ഇപ്പോൾ തുറക്കുന്ന ഈ മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇവൻ്റെ എന്തോ ഒരു സാധനം പൊരിച്ചിട്ട് അതിൽ നിങ്ങൾ അതിൻ്റെ ഇത് കണ്ടോ. അപ്പോൾ ഈ ബാസ്ക്കറ്റിലാണ് ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കിടക്കല്ലേ. അപ്പം എയർ ഫ്രയറിൻ്റെ ഉൾഭാഗം എപ്പോഴും ക്ലീനായിട്ട് തന്നെ കിടക്കും. നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ടിഷ്യൂ എടുത്തിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി. അല്ലാതെ എയർ ഫ്രയർ ക്ലീൻ ആക്കാറിന കുറച്ച് മെനക്കെടാം. ഇതിപ്പോൾ ഈ ബാസ്ക്കറ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് നേരം വെള്ളം ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. ഇത് സിലിക്കണിൻ്റെ മെറ്റീരിയലാണ്, ഹൈ ക്വാളിറ്റി ഇതായിട്ടുള്ള സിലിക്കണാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നാട്ടിലുള്ളവർക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് വേറെ ഏതെങ്കിലും ലിങ്ക് എടുത്തിട്ടാൽ എനിക്ക് ശരിയായൂല. അതിനെക്കൊണ്ട് ഞാൻ UAE-ലുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ എപ്പോഴോ ഇതിങ്ങനെയൊക്കെ കണ്ടോ, ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഇതിലിടും. പിന്നെ ഇതിൽ വന്നിട്ട് എന്തെങ്കിലും മസാലേൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വന്ന് കിടന്നോളും.
അപ്പം ഇത് ഞാൻ മുന്നിട്ട് ഏതൊരു ഷോർട്ട് വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. നിങ്ങൾ ഒന്ന് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. ഇത് യൂട്യൂബിൻ്റെ ഇതിലേക്ക് വരുമ്പം ചെറിയൊരു സ്ക്രീൻ നിങ്ങൾക്ക് അത്രത്തോളം കാണാൻ കഴിയുന്നില്ല. അത് ഷോർട്സിൻ്റെ ഭാഗമായിട്ട് ക്യാമറ പിടിച്ചതിനെ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പം ഇത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഈ എയർ ഫ്രയറൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം. അപ്പോൾ പുതിയ വീടൊക്കെ എടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ന്യൂട്രി കുക്കിൻ്റെ ഈ മോഡൽ ബെസ്റ്റാണ്. ഞാൻ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ആണ്. പക്ഷെ എനിക്ക് ഒന്നും കൂടി നല്ല ഒതുക്കമുള്ള ടൈപ്പായി തോന്നിയത് ഇതാണ്. പിന്നെ അതേപോലെ ഇതിൽ ഞാൻ ഒരു ഇത് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാവും, അതും ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് പൊരിച്ചെടുത്താലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് വെറും എയറിൽ തന്നെ അത് ഫ്രൈ ആയിട്ടൊന്നും ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനത്തെ ഓയിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യലുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇല്ലാത്ത ഇപ്പോൾ നമ്മളൊക്കെ പുറത്ത് പോകാനുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും തട്ടിക്കൂട്ടി വിശക്കാനുണ്ടെങ്കിൽ ഉണ്ടാക്കാം. എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ തന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളും. ഇപ്പോൾ പാരൻസൊക്കെ പുറത്ത് പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് തന്നെ ഒരു നേരം എന്തെങ്കിലും വിശന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസും കൂടിയാണ് ഈ എയർ ഫ്രയർ. ഉണ്ടെങ്കിൽ ഓല തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. ഇപ്പോൾ എമ്മിയൊക്കെ എന്തെങ്കിലും വിശന്നാണെന്നുണ്ടെങ്കിൽ വേഗം എയർ ഫ്രയറിൽ മൂപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യും. പിന്നെ ഈ ചീസും ഇതൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു ഇതുണ്ടാക്കാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ബാസ്ക്കറ്റ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യും. പക്ഷേ അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഈ എയർ ഫ്രയറിൻ്റെ 4 സൈഡ് ചിലപ്പം ഇത് കവർ ചെയ്തെന്ന് വരില്ല. അപ്പം പിന്നെ അതുമല്ല ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കീറിപ്പോകുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഇത് പൊരിക്കാൻ വെച്ച് കൊടുക്കുന്ന സാധനത്തിൻ്റെ ഓയിലൊക്കെ അതിൻ്റെ അടിഭാഗത്തേക്ക് പോവും. പിന്നെ അതേപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ കോഫി മെഷീൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചത് നമ്മൾ സാധാ വാങ്ങുന്ന കോഫി പൗഡർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സാധാ വാങ്ങുന്ന ഈ ബോട്ടിൽ വരുന്ന കോഫി പൗഡർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ടൈപ്പ് തന്നെ ആയിട്ട് വരുന്നുണ്ട്. അതേ ഇതിലിടാൻ പറ്റുള്ളൂ. ആ പൊടി ഇടാനുള്ള ഓപ്ഷൻ ഇതിനില്ല. ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ലെവലായിട്ട് ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് കളയാൻ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ടൈപ്പ് ഉള്ളത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാ പൊടി ഇടാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പൊടി ഇടാൻ പറ്റില്ല. അത് ഞാൻ കഴിഞ്ഞതിൽ ഇങ്ങനത്തെ ക്യാപ്സ്യൂളാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഇതാട്ടോ ഇടൽ. അല്ലാതെ നിങ്ങൾ മറ്റേ കോഫി പൗഡറോ കാര്യങ്ങളോ അത് ഡയറക്റ്റ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ രാത്രിക്കത്തേക്കുള്ള ഒരു ബീഫ് കറിയും കൂടി ആക്കാനുണ്ട്. അതും കൂടി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പണിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയാൻ വിചാരിച്ചിരുന്നു, പക്ഷേ എന്തോ വിട്ടുപോയി. എന്തായാലും പറയാനുള്ളത്, നമ്മളെ ഇംഗ്ലീഷ് കിച്ചണ് 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഇതിലെത്തിപ്പെട്ടത്. പിന്നെ ഞാൻ 1.5 കൊല്ലത്തോളം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതെ തന്നെ രണ്ടാമത് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വീഡിയോ ഇനിയും ഫസ്റ്റ് മുതൽ ഞാൻ ചെയ്യേണ്ടി വരും, ഇനിയും പഴയ പോലെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച ഇത് വീഡിയോ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനും ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ്. അപ്പം ഞാൻ ഗിവ് എവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേന് ഗിവ് എവേ ഞാൻ അനൗൺസ് ചെയ്യും. നമ്മൾ 100Kൻ്റെ ഇത് വന്നാണെന്നുണ്ടെങ്കിൽ സിൽവർ പേ ബട്ടൺ കിട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ എന്താ പറയുക ഗിവ് എവേ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഗിവ് എവേ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഗിവ് എവേ ഞാൻ പറയും. ഈ വീഡിയോ ഒക്കെ അല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ പറയും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം എന്തായാലും എല്ലാവരോടും ഒന്നും കൂടി ഞാൻ എല്ലാവരോടും വലിയ നന്ദി അറിയിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ വീഡിയോയിൽ കഴിയുന്നതും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ ഇതിപ്പോൾ കേർട്ടനാണ്. ഞാനിപ്പം ഇവിടെ കേർട്ടൻസ് റൂമിൽ 2 റൂമിലും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ ഫ്ലോറൽ തപ്പി നടക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പൊക്കെ രാവിലെ കിടന്നുറങ്ങൽ ഈ രീതിയിലാണ്. അവിടെ വെയിലടിച്ചിട്ട് മുഖത്തിൻ്റെ ബ്ലാക്ക് ഷോളൊക്കെ ഇട്ടിട്ട് ആൾ കിടക്കൽ. അപ്പോൾ ഇനിയും ഞാൻ ഇതിട്ടിട്ടില്ലെങ്കിൽ ഒക്കെ ഏതെങ്കിലും പോയി എടുത്തിടും എന്ന് പറഞ്ഞ ഞാൻ തന്നെ ഏതെങ്കിലും പോയിട്ട് കേർട്ടൻ എടുത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സെലക്ട് ചെയ്താണ്. അപ്പം ഇത് നൈസ് കേർട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല ഞാൻ ഈ ഫ്ലോറൽ നോക്കി നടക്കുന്നതിനെ കൊണ്ട് എനിക്ക് ദുബായിൽ അങ്ങനെ ഫ്ലോറൽ കർട്ടൻ കിട്ടാൻ കുറച്ചൊരു പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു അറബ് ടച്ചുള്ള കേർട്ടൻസ് ആയിരിക്കും. അപ്പോൾ ഇവരാണ് എനിക്കിത് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റൈലുള്ളത് ആക്കും നല്ല എയിമാണ് പറഞ്ഞുതരാനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോറലും പ്ലെയിനും കൂടിയും രണ്ടും മിക്സാക്കി ക്ലോത്ത് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പം ഇത് മോൻ്റെ ബെഡ്റൂമിത്താണ്. ഒരു ഫ്ലോറലും അതിൻ്റെ ഒരു പ്ലെയിൻ കളറും കൂടി എടുത്ത് ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഈ കർട്ടൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.